ഹായ് അഡ്യുവൻ. അപ്പോൾ ഇന്ന് നമ്മൾ സൂഫി എന്ന ചാപ്റ്ററിന്റെ സമ്മറിയാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം Trevor Noah begins the story by describing how soon after his family moved to Eden Park, his mother brought home two black cats. അപ്പോൾ ട്രെവർ നോവ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇവര് ഈഡൻ പാർക്കിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം, ഇവരുടെ ഫാമിലി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ട്രെവറിന്റെ അമ്മ വീട്ടിലേക്ക് രണ്ട് ബ്ലാക്ക് കാറ്റ്സിനെ കൊണ്ടുവന്നതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ്. ദിസ് വാസ് കൺസിഡേർഡ് അൺയൂഷ്വൽ ആൻഡ് ഈവൻ ഡേഞ്ചറസ് ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് സിൻസ് ഓണിംഗ് എ ബ്ലാക്ക് കാറ്റ് കുഡ് ഗെറ്റ് എ ഫാമിലി അക്യൂസ്ഡ് ഓഫ് വിച്ച് ക്രാഫ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു. അൺയൂഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള, വിചിത്രമായിട്ടുള്ള, അസാധാരണമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇത് സാധാരണയില് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് നെയ്ബർഹുഡില്, അതായത് ബ്ലാക്സ് ആയിട്ടുള്ള ആളുകൾ, ആഫ്രിക്കൻസ് ഒക്കെ താമസിക്കുന്ന ഒരു നെയ്ബർഹുഡിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവര് ദേ ക്യാൻ ബി അക്യൂസ്ഡ് ഓഫ് വിച്ച് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മന്ത്രവാദികളാണ് എന്നുള്ള ആരോപണം നേരിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ദർ ഇസ് പ്രൂവ്ഡ് റിയൽ വെൻ ബോത്ത് cats were killed one evening. അപ്പൊ ആ ഒരു റിസ്ക് സത്യമാവുകയും ചെയ്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് കാറ്റ്സും കൊല്ലപ്പെട്ടു ഒരു ദിവസം ഈവനിങ്ങിന് നോക്കിയപ്പോൾ. വിത്ത് ദ വേർഡ്സ് ഹെക്സ്, ആഫ്രിക്കാൻസ് ഫോർ വിച്ച്, അതായത് വിച്ച് എന്നുള്ള ആ വാക്ക് ഹെക്സ് എന്ന് എഴുതിയിട്ടാണ് ഈ കാറ്റ്സിനെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നത്. സ്ക്രോൾഡ് ഓൺ ദ ഫാമിലീസ് വാൾ. അപ്പൊ അവരുടെ ഫാമിലി താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിന്റെ വാളില് ഹെക്സ് എന്ന് എഴുതി വെച്ചിട്ടാണ് ഈ രണ്ട് ബ്ലാക്ക് കാറ്റ്സിനെയും കൊന്നിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ ദിസ് ദ ഫാമിലി അവോയ്ഡഡ് പെറ്റ്സ് ഫോർ എ വൈൽ. അപ്പോ ഇതിന് ശേഷം ഈ ഫാമിലി കുറച്ചു കാലത്തേക്ക് പെറ്റ്സിനെ ഒന്നും വളർത്തുന്നില്ല എന്ന് തീരുമാനിച്ചു. Trevor explains that in most black households, dogs were not kept as companions the way they were in white households. ട്രെവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ്, മോസ്റ്റ്ലി ഈ ആഫ്രിക്കൻ ഫാമിലീസില് ഡോഗ്സിനെ കമ്പാനിയൻസിനെ പോലെ, ഫ്രണ്ട്സിനെ പോലെ ഇവരുടെ കൂടെ കൊണ്ടു നടക്കുന്ന ഒന്നായിട്ടല്ല വെച്ചിരുന്നത്. എങ്ങനെയാണോ വൈറ്റ് ഹൗസ് ഹോൾഡ്സിൽ വെച്ചിരുന്നത് അതുപോലെയല്ല. അതായത് വൈറ്റ് ഹൗസ് ഹോൾഡ്സിൽ മോസ്റ്റ്ലി ഈ ഡോഗ്സിനെ ഒരു ഫ്രണ്ട്ലി ക്രീച്ചേഴ്സ് ആയിട്ടാണ് കൊണ്ടു നടക്കുക. അതുപോലെ ആയിരുന്നില്ല ബ്ലാക്ക് ഹൗസ് ഹോൾഡ്സിലെ കാര്യം എന്നാണ് പറയുന്നത്. ബട്ട് സെർവ്ഡ് എ പ്രാക്ടിക്കൽ പർപ്പസ് ആസ് പ്രൊട്ടക്ഷൻ, വിച്ച് ഇസ് വൈ ദേ വർ യൂഷ്വലി ഗിവൺ നെയിംസ് describing their traits such as tiger or spotty. അതായത് ബ്ലാക്ക് ഹൗസ് ഹോൾഡ്സിൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഡോഗ്സിനെ കൂടുതലും കൊണ്ടു നടന്നിരുന്നത്. അപ്പൊ അവര് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവികൾ എന്നുള്ള രീതിയിൽ ഈ ഡോഗ്സിന് കൊടുക്കുന്ന പേരും അതുപോലെ ആയിരിക്കും. ടൈഗർ, സ്പോട്ടി എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷെ വൈറ്റ് ഹൗസ് ഹോൾഡ്സിലുള്ള ഡിഫറൻസ് എന്താണ്, ഫ്രണ്ട്സിനെ പോലെ വീട്ടിലൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ് ഡോഗ്സിനെ കൊണ്ടു നടക്കുക. അങ്ങനെയല്ല ബ്ലാക്ക് ഹൗസ് ഹോൾഡ്സിലെ കാര്യം എന്നാണ് പറയുന്നത്. ഇവൻച്വലി എ വുമൻ നോൺ ടു ഹിസ് മദർ ഗേവ് ദ ഫാമിലി 2 puppies, ഫൂഫി ആൻഡ് പാന്തർ. അങ്ങനെ എന്താണ്, ട്രെവറിന്റെ അമ്മേനെ പരിചയമുള്ള ഒരു സ്ത്രീയെ ഇവരുടെ ഫാമിലിക്ക്, അതായത് ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് 2 പപ്പീസിനെ കൊടുക്കുകയാണ്. പേരെന്താണ്, ഫൂഫി അതുപോലെ തന്നെ പാന്തർ എന്ന പേരുള്ള 2 പപ്പീസിനെയാണ് കൊടുത്തത്. പാന്തർ ബിലോങ് ടു ട്രെവേഴ്സ് മദർ വൈൽ ഫൂഫി ബിക്കെയിം ട്രെവേഴ്സ്. അപ്പോൾ പാന്തറിന് കൂടുതലും ട്രെവറിന്റെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഫൂഫി ട്രെവറിന്റെ സ്വന്തമായിരുന്നു എന്നാണ് പറയുന്നത്. പാന്തർ ലുക്ക് സ്ക്രഫി ബട്ട് സീം intelligent, always responding when called, while Fufi appeared to ignore commands and was assumed to be the dumb one. അപ്പോ പാന്തറിന് കാണാനാണെങ്കിൽ സ്ക്രഫി ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നീറ്റ് അല്ല, ഇങ്ങനെ അലങ്കോലായിട്ട് രോമങ്ങളൊക്കെ അലങ്കോലായിട്ട് കിടന്നിരുന്ന ഒരു ഡോഗാണ് പാന്തർ. പക്ഷെ പാന്തർ ഇന്റലിജന്റ് ആയിരുന്നു. നമ്മൾ എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിന് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. പക്ഷെ എന്താണ്, ഫൂഫി ഒന്നും ശ്രദ്ധിക്കാത്ത, ഇഗ്നോർ ചെയ്യുന്ന, കമാൻഡ്സ് ഒന്നും ശ്രദ്ധിക്കാത്ത, അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത ഡോഗായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും വെച്ച് നോക്കുമ്പോൾ ഫൂഫീനെയാണ് ഇവർ ഡംബ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഡം എന്ന് കൺസിഡർ ചെയ്യാനുള്ള കാരണം ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം അത്ര ഇന്റലിജന്റ് അല്ല എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് ഫൂഫീനെയാണ്. ഇറ്റ് വാസ് ഓൺലി ഇയേഴ്സ് ലേറ്റർ ആഫ്റ്റർ ഫൂഫി ഡൈഡ് ഇൻ ആൻ ആക്സിഡന്റ് ഡ്യൂറിംഗ് എ ബർഗ്ലറി that the family learned from the vet that Fufi had been deaf her entire life and that Panther had quietly been alerting her sister whenever the family called. അപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫൂഫി ഒരു ആക്സിഡന്റിൽ മരിച്ചപ്പോഴാണ്, ഡ്യൂറിങ് എ ബർഗ്ലറി എന്ന് പറഞ്ഞ ഒരു മോഷണത്തിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചപ്പോഴാണ്
വെറ്റ് പറഞ്ഞപ്പോഴാണ് ഫാമിലിക്ക് മനസ്സിലായത് ഫൂഫി ഡെഫ് ആയിരുന്നു എന്നുള്ളത്. ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ആൻഡ് ദാറ്റ് പാന്തർ ഹാഡ് ക്വൈറ്റ്ലി ബീൻ അലേർട്ടിങ് ഹെർ സിസ്റ്റർ വെൻ എവർ ദ ഫാമിലി കോൾഡ്. അപ്പോൾ പാന്തർ എന്താണ് ഫൂഫിനെ കൊണ്ടു നടന്നിട്ട് അലേർട്ട് ചെയ്യുമായിരുന്നു. ഫാമിലി വിളിക്കുന്ന സമയത്ത് ഫൂഫിക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഫാമിലിയുടെ അടുത്തോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഫൂഫീനെ അത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്നത് പാന്തർ ആയിരുന്നു. ഫൂഫിക്ക് ചെവി കേൾക്കില്ലായിരുന്നു എന്ന് ഫൂഫി മരിച്ചപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്, ഈ ഫാമിലി തിരിച്ചറിയുന്നത്. ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡീൽസ് വിത്ത് എ ഡിസ്കവറി ട്രെവർ മേക്സ് അബൌട്ട് ഫൂഫി ആസ് എ ചൈൽഡ്. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ സെൻട്രൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെവറിന്റെ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ട്രെവർ ഒരു കാര്യം മനസ്സിലാക്കുന്ന സന്ദർഭത്തിലാണ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ട്രെവർ ഒരു കാര്യം തിരിച്ചറിയുന്നു. അതാണ് ഈ ഒരു സ്റ്റോറിയുടെ സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. Despite being kept inside a backyard enclosed by a 5-foot wall, Fufi would mysteriously be waiting at the gate every evening when the family returned. അപ്പം ഈ ഡോഗ്സിനെ ഇവരൊരു 5 feet ടോൾ ആയിട്ടുള്ള വാളിന്റെ ഉള്ളിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഫൂഫി എപ്പോഴും എന്താണ് ഈ ഫാമിലി വരുന്ന സമയത്ത് അവരിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മിസ്റ്റീരിയസ് ആയ രീതിയിൽ എന്നാണ് പറയുന്നത്. ഫാമിലിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എപ്പോഴും ഈ വാളിന്റെ ഉള്ളിൽ. വൺ ഡേ ഹോം അലോൺ ഡ്യൂറിംഗ് ദ സ്കൂൾ ഡേയ്സ് ട്രെവർ വിറ്റ്നസ് ഫൂഫി ക്ലൈംബിംഗ് ഓവർ ദ വാൾ ബൈ ഹെർസെൽഫ് ആൻഡ് ഫോളോസ് ഹെർ ഓൺ ഹിസ് ബൈസിക്കിൾ. അപ്പം എന്താണ് ഉണ്ടാവുന്നത്, ഒരു ദിവസം സ്കൂളില്ലാത്ത ദിവസം ട്രെവർ മാത്രം വീട്ടിലുള്ളപ്പോൾ ട്രെവർ ആ സംഭവം കണ്ടത്. ഫൂഫി എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 5 feet നീളമുള്ള പൊക്കമുള്ള ഈ ഒരു വാള് കടന്നിട്ട് പോവാണ്, പുറത്തേക്ക് പോവാണെന്ന് ട്രെവർ കണ്ടു. അങ്ങനെ ട്രെവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൂഫീനെ ഫോളോ ചെയ്തു സൈക്കിളില്. ഷീ ലീഡ്സ് ഹിം സെവറൽ സ്ട്രീറ്റ്സ് അവേ ഇൻ ടു എ സ്ട്രേഞ്ചേഴ്സ് യാർഡ് വേർ എ ബോയ് ക്ലെയിംസ് ഹെർ ആസ് ഹിസ് ഓൺ ഡോഗ് കോളിംഗ് ഹെർ സ്പോട്ടി. അങ്ങനെ ചെന്നപ്പോൾ മനസ്സിലായത് എന്താ വെച്ചാൽ കുറെ ദൂരെ അങ്ങ് മാറിയിട്ടുള്ള വേറൊരു സ്ട്രേഞ്ചറിന്റെ വീട്ടിലോട്ടാണ് ഈ ഫൂഫി പോയിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള കുട്ടി അത് തന്റെ ഡോഗ് ആണെന്നുള്ള രീതിയിൽ അതിനെ സ്പോട്ടി എന്ന് വിളിക്കുന്നതായിട്ട് ട്രെവർ കണ്ടു. ട്രെവർ ഇൻസിസ്റ്റ് ഷീ ഇസ് ഹിസ് ഡോഗ്. ഫൂഫി ആൻഡ് ദ 2 boys argue over her identity while she stands silently between them, unable to hear either name being called because of her deafness. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്, ട്രെവർ അവിടെ ചെന്നിട്ട് പറയാണ് ഇത് എന്റെ ഡോഗാണ്, ഫൂഫി എന്നാണ് പേരെന്നൊക്കെ. പക്ഷെ മറ്റേ കുട്ടി പറയുന്നു ഇത് എന്റെ ഡോഗാണ്, സ്പോട്ടി എന്നാണ് പേര് എന്നുള്ളത്. ഫൂഫി ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ട്, ഇവർ രണ്ടുപേരും ആർഗ്യൂ ചെയ്യാണ്, ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയിട്ട് ഇവരുടെ ഇടയിൽ സൈലന്റ് ആയിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 കുട്ടികൾ വിളിക്കുന്ന പേരും ഫൂഫിക്ക് കേൾക്കാനായിട്ട് പറ്റില്ല, കാരണം ഫൂഫിക്ക് ചെവി കേൾക്കില്ല. ട്രെവർ ഇസ് ഡീപ്ലി ഹേർട്ട്, ഫീലിംഗ് ആസ് ദോ ഹിസ് ഓൺ ഡോഗ് ഹാസ് അബാൻഡൻഡ് ഹിം ഫോർ അനദർ ഫാമിലി. അപ്പൊ ട്രെവറിനാണെങ്കിൽ വളരെയധികം ഹേർട്ടായി, വളരെ വിഷമായി. കാരണം തന്റെ ഡോഗ് തന്നെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ഫാമിലിയുടെ അടുത്തോട്ട് പോയതായിട്ടാണ് ട്രെവറിന് തോന്നുന്നത്. അബാൻഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഉപേക്ഷിക്കുക. The situation escalates when the other family, suspecting Trevor is trying to steal their dog, locks her indoors so she cannot return home at that night. അപ്പോ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ മോശമാവാണ്. കാരണം മറ്റേ കുട്ടിയുടെ ഫാമിലി ഈ ട്രെവർ അവരുടെ ഡോഗിനെ മോഷ്ടിക്കാനായിട്ട് വന്നതാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഈ ഡോഗിനെ അവരുടെ യാർഡിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ രാത്രി ഫൂഫിക്ക് തിരിച്ച് ട്രെവറിന്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് പറ്റിയില്ല. ട്രെവേഴ്സ് മദർ ഇവൻച്വലി റിസോൾവ്സ് ദ മാറ്റർ ബൈ ബ്രിങ്ങിങ് ഫോട്ടോഗ്രാഫിക് എവിഡൻസ് and veterinary documents to the house, and after some resistance from the other family she pays them 100 rand to get Fufi back. അങ്ങനെ പിന്നെ ട്രെവറിന്റെ അമ്മയാണ് ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ചെയ്യുന്നത്, ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഒക്കെ ആയിട്ട് പോകും. ഇവര് ഈ ഡോഗിനെ കൊണ്ടുവന്ന സമയത്ത് തൊട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വെറ്റിന്റെ അടുത്ത് നിന്നുള്ള ഡോക്യുമെന്റ്സും ഒക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റേ ഫാമിലി ആദ്യം കുറച്ച് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ഫൂഫിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഫൂഫിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 100 rand ആ ഒരു ഫാമിലിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോറി closes with Trevor reflecting on what this experience taught him. He describes it as his first real heartbreak, made harder by his belief that Fufi had betrayed him, when in reality she had simply been living her life independently and visiting another home during the day without his knowledge.
അപ്പം എന്താണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി അവസാനിക്കുന്നത് ഓൺ ട്രെവർ റിഫ്ലക്റ്റിംഗ് ഓൺ വാട്ട് ദിസ് എക്സ്പീരിയൻസ് ടോട്ട് ഹിം. ഈ ഒരു എക്സ്പീരിയൻസ് ട്രെവറിനെ എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ട്രെവർ സംസാരിക്കുന്നത് വെച്ചിട്ടാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ട്രെവർ പറയുന്നത് അത് ട്രെവറിന്റെ ലൈഫിലെ എന്താണ് ആദ്യത്തെ റിയൽ ആയിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു എന്നുള്ളതാണ്. മെയ്ഡ് ഹാർഡർ ബൈ ഹിസ് ബിലീഫ് ദാറ്റ് ഫൂഫി ഹാഡ് ബിട്രേഡ് ഹിം. ഫൂഫി തന്നെ ബിട്രേ ചെയ്തു, തന്നെ ചതിച്ചു എന്നുള്ളൊരു ചിന്തയും കൂടി ഉള്ളത് കൊണ്ടാണ് കൂടുതൽ അത് ബുദ്ധിമുട്ടായി തോന്നിയത്. പക്ഷെ സത്യത്തിൽ ഫൂഫി ചതിച്ചതായിരുന്നു അല്ല. ഇൻ റിയാലിറ്റി ഷീ ഹാഡ് സിംപ്ലി ബീൻ ലിവിങ് ഹെർ ലൈഫ് ഇൻഡിപെൻഡന്റ്ലി. ഫൂഫി എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. ആൻഡ് വിസിറ്റിംഗ് അനദർ ഫാമിലി ഓർ ഹോം ഡ്യൂറിംഗ് ദ ഡേ വിതൗട്ട് ഹിസ് നോളജ്. വേറൊരു ഫാമിലിന്റെ അടുത്ത് പോവുമായിരുന്നു ട്രെവർ അറിയാതെ. സത്യത്തിൽ ഫൂഫി ട്രെവറിന് ചതിച്ചിട്ടില്ല, പക്ഷെ തന്റെ ലൈഫ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുകയാണ് ഫൂഫി ചെയ്തിരുന്നത്. അതൊക്കെ പിന്നീടാണ് ട്രെവർ മനസ്സിലാക്കുന്നത്. ദ കീ ഇൻസൈറ്റ് ഹി ഡ്രോസ് ആൻഡ് ദ ലൈൻ ദ ഹോൾ നെറേറ്റീവ് ഇസ് ബിൽറ്റ് അറൌണ്ട് ഇസ് ദാറ്റ് വൺ ഡസ് നോട്ട് ഓൺ ദ തിങ് one loves. Trevor explains that learning this lesson at such a young age shaped how he understood adult relationships later in life, allowing him to offer comfort to friends who struggle with feelings of betrayal, since he recognizes that such pain often stems from mistaking someone else's independence for disloyalty. അപ്പം ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് കിട്ടുന്ന കീ ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമോ ഒരു മനുഷ്യനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് അയാളുടെ സ്വന്തമല്ല എന്നുള്ള നെറേറ്റീവ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ട്രെവർ പറയുന്നത് ഈ ഒരു ലെസൺ, ഈ ഒരു പാഠം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ഫ്രണ്ട്സും സ്ട്രഗിൾ ചെയ്യുന്നു വിത്ത് ഫീലിങ്സ് ഓഫ് ബിട്രേയൽ. കാരണം ചതി, വഞ്ചന, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഫീലിങ്സ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ, അവരെ കംഫേർട്ട് ചെയ്യാനായിട്ട്, അവരെ ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ ട്രെവറിന് ചെറുപ്പത്തിൽ ഫൂഫീനായിട്ട് ഉണ്ടായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. സിൻസ് ഹി റെക്കഗ്നൈസസ് ദാറ്റ് സച്ച് പെയിൻ ഓഫൻ സ്റ്റെംസ് ഫ്രം മിസ്റ്റേക്കിംഗ് സംവൺ എൽസസ് ഇൻഡിപെൻഡൻസ് ഫോർ ഡിസ്ലോയൽറ്റി. അതായത് മറ്റൊരു വ്യക്തിയുടെ ഇൻഡിപെൻഡൻസിനെ ഡിസ്ലോയൽറ്റി, അതായത് നമ്മളോടുള്ള ഒരു ആത്മാർത്ഥത കുറവൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോഴാണ് എന്താണ് അത് ഒരു പ്രശ്നമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഫീലിങ്സ് നമ്മളുടെ ഉള്ളിൽ വരുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊരാള് അയാളുടെ ജീവിതം, അല്ലെങ്കിൽ ഇപ്പൊ ഫൂഫി എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, പക്ഷെ ഒരു ജീവിയാണ്, ഒരു ഡോഗാണ്. അപ്പൊ ഫൂഫിക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വേറൊരു ഫാമിലിയുടെ കയ്യിൽ നിന്നും കൂടി ലവ് വേണം എന്നുള്ളത് ട്രെവർ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തത്? ട്രെവറിനോടുള്ള ഒരു വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത കുറവോ ഒക്കെ ആയിട്ടാണ് ട്രെവർ അതിനെ മനസ്സിലാക്കിയത്. പക്ഷെ സത്യത്തിൽ ഫൂഫി അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അല്ല. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യങ്ങളും എന്നാണ് ട്രെവർ പറയുന്നത്. പലപ്പോഴും നമ്മൾ മറ്റൊരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ ജീവിതം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് അത് നമ്മളോടുള്ള ഒരു ആത്മാർത്ഥതക്കുറവായിട്ട് കാണുമ്പോഴാണ് ഇത്തരം ഫീലിങ്സ് നമ്മളുടെ ഉള്ളിൽ വരുന്നത്. അവരെന്നെ ചതിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഒരു സ്റ്റോറിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.